ദൈവത്തെ നീ സ്നേഹത്തോടെ അനുഭവിച്ച് കഴിയുമ്പോൾ നിൻ്റെ ചങ്കിങ്ങനെ പഠിക്കൊണ്ടും ചെയ്യും. അപ്പം നമ്മൾ തന്നെ അറിയാതെ പാടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറും. മനസ്സിലായില്ലേ? ഇന്നലത്തെ ബൈബിളെന്ന് പറയണതേ ഒരിക്കലും എനിക്ക് ജീവിക്കാനും തോന്നണില്ല, മരിക്കാനും തോന്നാത്തൊരവസ്ഥയാണ്. കാര്യം ജീവിക്കാൻ തോന്നാത്തതെന്ന് കഴിഞ്ഞാൽ ഇതിൽ ജീവിക്കണ ദൈവത്തിൻ്റെ അടുത്ത് പോകുകയാണായിരിക്കും എപ്പോഴും അഭിഷിക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം. പക്ഷെ മരിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം, മധുരമായ വചനം ഇനിയും അറിയാത്തവരെ അറിയിക്കുന്നതായിരിക്കും ഒരു അഭിഷിക്തൻ്റെ സന്തോഷം എന്ന് പറയണത്. അത്രയ്ക്ക് സൂപ്പറാണ്. ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളോട്, ഈ അഭിഷേകം കിട്ടിയാൽ ഇന്നലത്തെ കുരിശുകൾ ഇന്നത്തെ കൃപയായി മാറുമെന്ന്. സത്യം പറഞ്ഞാൽ ബൈബിള് മാത്രമേ അങ്ങനെ പറയത്തുള്ളൂ, കുരിശില്ല, കൃപ മാത്രമാണെന്ന്. ഒരു കുരിശിന് നിനക്ക് കൃപയായിട്ട് എപ്പോഴാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പം നീ ക്രിസ്ത്യാനിയായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 45 തിരുവചനം 5. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? എന്താണ് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിൻ്റെ സബ്ജക്റ്റ്. ഇപ്പം ആത്മാവല്ലേ ഈ വചനം തന്നത്. ആത്മാവ് എന്താ പറഞ്ഞത് കഴിഞ്ഞാൽ ഇന്നലത്തെ കുരിശാണ് ഇന്നത്തെ കൃപ. അത് ഞാൻ പറയണതാണ്. ഇന്നലത്തെ കുരിശാണ്. ഇന്നലെ എന്ത് സംഭവിച്ചോ അത് ഇന്നലെയും ഇന്നും ഒക്കെ നമുക്ക് ചിലപ്പോൾ ദുഃഖകരമായ കാര്യമാകാം. പക്ഷേ ഒരു സ്വർഗാനുഭവത്തിൻ്റെ നമ്മൾ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ പറയണത്, അവിടുന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുക്കും. എപ്പോഴാണ് കണ്ണുനീര് ഒപ്പിയെടുക്കപ്പെടുന്നത്? കുരിശ് കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മൾക്കത് അനുഭവമാതിരി തീരുമ്പോഴാണ് നമ്മുടെ കണ്ണുനീര് ഒപ്പിയെടുക്കുന്നത്. അപ്പം കൃപയുടെ അനുഭവവും സ്വർഗാനുഭവവും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. പുസ്തകം 45 തിരുവചനം 5 വായിച്ചോളൂ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. ആര് പറയണതാണിത്? ജോസഫ് അല്ലേ? പഴയ നിയമത്തിലെ ജോസഫ് പറയണ. ആരോട് പറയണതാണ്? സഹോദരന്മാരോട് പറയണതാണ്. എന്താ സംഭവിച്ചത്? അങ്ങേരെ കുഞ്ഞുനാളിൽ അവർ വിറ്റ് കളഞ്ഞു അല്ലേ? കുഞ്ഞുനാളിൽ സംഭവിച്ച ഒരു കാര്യമാണ് അത്. ഇപ്പോൾ സങ്കടമായിട്ട് ആണ് ഇപ്പോൾ അവർക്ക് ചേട്ടന്മാർക്ക് തോന്നണത്. അപ്പോൾ ജോസഫിനെ കർത്താവ് കൊടുത്തൊരു അഭിഷേകം എന്താ പറയണത്? എന്നെ ഇവിടെ വിറ്റതിനെ ഓർത്ത്, പറഞ്ഞോളൂ, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. അപ്പോൾ ഇന്നലെ സംഭവിച്ച ഒരു സങ്കടത്തെ ഓർത്ത് നിങ്ങളെ വിഷാദിക്കരുത്. അത് ജോസഫിനോട് മാത്രം പറയണതല്ല, ഏകദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവരോടും പറയണതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ച ഒരു വിഷയത്തെ ഓർത്ത് ഇന്ന് വിഷാദിക്കരുതെന്ന്. എന്താ കാര്യം? ആ കുരിശുകൾക്കെല്ലാം കൺവേർഷൻ സംഭവിക്കാൻ കൃപയിലേക്ക് കുരിശിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസേ ഉള്ളൂ. എന്താണത്? കൃപയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. കുരിശ് കൃപയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശാപമായിട്ട് മാറും. വിശ്വാസത്തിൻ്റെ ഒരു വില അതാണ്. വിശ്വാസം ഈ കുരിശിലേക്ക്, ആ കുരിശ് തൂങ്ങി പാവത്തിന് പരിഹാരം ചെയ്ത് മരിച്ചവൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുമ്പോഴേ ആണ് ഈ കുരിശ് കൺവേർട്ട് ചെയ്ത് ശാപമാകാതെ അത് കൃപയായി മാറണത്. അതാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ
ക്ലേശങ്ങൾക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണങ്ങൾ. സ്തുതിക്കട്ടെ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കുടല് പിരിഞ്ഞു പോണതുപോലെയും ചില ഞരമ്പുകൾ ആന്തരിക അവയവങ്ങളിലെ നിർജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനരഹിതമായിട്ട് ചുരുണ്ട് കിടക്കുന്ന സന്ദേശമുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് ഈ നിമിഷം അവരെ സുഖപ്പെടുത്തും. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. നല്ലവനായ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴും കർത്താവ് കുടലുകൾ ചുരുണ്ട് പോയിട്ടുള്ള വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നവരായാലും ഓൺലൈനായാലും കർത്താവിൻ്റെ അനുപ്രധാന വലതു കരത്താൽ സ്പർശിക്കണമേ. ഞരമ്പുകൾ കുരുങ്ങിപ്പോയവരെ, കുരുങ്ങിപ്പോയവരെ, കെട്ടുവെച്ചവരെ, ഞരമ്പുകൾ ഞങ്ങിപ്പോയവരെ, അമർന്നു പോയവരെ, ജാമായി പോയവരെ കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ, 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 ശ്രുതികട്ടെ. ഉൽപ്പത്തി 45:5 എന്നെ ഇവിടെ വിറ്റതോർത്ത് വീണ്ടും പ്രാർത്ഥിക്കുക. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. എന്താണ് കഴിഞ്ഞകാല ക്ലേശങ്ങളെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വേർഷൻ എന്താണ്? കർത്താവിൻ്റെ വചനം എന്താ പറയണത്? കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചു? ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്, ഇല്ലേ? ചിലപ്പോൾ പരീക്ഷയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ആ ഗൈഡിൻ്റെയോ അല്ലെങ്കിൽ ടീച്ചറിൻ്റെയോ പ്രത്യേക താല്പര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പഠനപരാജയം ഉണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പരാജയം ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇതിന് എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ഇകഴ്ത്തലുകളും സുവിശേഷ വിഹിതമായി സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സുവിശേഷ വിഹിതം എന്ന് പറയുമ്പോഴെന്താ? സുവിശേഷ വിഹിതമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. നമ്മോട് ചേർത്ത് വെച്ചല്ല, എന്നോട് അങ്ങനെ ചെയ്തതെന്നല്ലേ പറയണത്. അനിയത്തിനെ പഠിപ്പിച്ചു, ചേർത്തിനെ പഠിപ്പിച്ചു, എന്നെ പഠിപ്പിച്ചില്ലേ? അപ്പോൾ എന്നോട് ചേർത്ത് വെച്ചാണ് അവർ റെഫർ ചെയ്യണത്, ഇല്ലേ? അപ്പൻ എല്ലാവരുടെയും വീട്ടിൽ പോയി, അമ്മ അവരുടെ പ്രസവത്തിന് കാനഡയിൽ പോയി. ഞാൻ നാട്ടിൽ പ്രസവിച്ചു, എന്നെ കാണാൻ വന്നില്ല. അപ്പം അമ്മ വരാഞ്ഞതല്ല, അവരെ കിടപ്പായിരുന്നു ആ സമയത്തെ. അവർക്കങ്ങനെ വരുന്ന ശുശ്രൂഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു. ആരോഗ്യമുള്ള കാലത്താണ് ചേടത്തി പ്രസവിച്ചത്. അനിയത്തിയുടെ പ്രസവ കാലമായപ്പോൾ അമ്മ ഭാഗത്തായി. പക്ഷേ അതൊക്കെ ഇവർക്ക് അറിയാം. എന്നാലും അത് വെച്ചുകൊണ്ട് ഒരു വിലപേശലാണ്. അമ്മയല്ലേ, ദാറ്റ് മീൻസ് ഇത് എന്നോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം മറ്റുള്ളവരെ നിങ്ങൾ പഴിക്കുമ്പോഴും അവരങ്ങനെ ചെയ്തു എന്നോട് എന്ന് പറയുമ്പോഴും ബേസിക്കായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്, ആ സങ്കടങ്ങളെ നിങ്ങളോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷ വിഹിതമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് കുരിശ് കൃപയാക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ്. അപ്പോൾ നമ്മോട് ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ആരോട് ചേർക്കണം? ക്രിസ്തുവിനോട് ചേർക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറയണത്. എന്താ പറയണത്? ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ പോരായ്മ എന്ത് സംഭവിച്ചു? ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. അപ്പോഴേ ക്രിസ്തുവിനോടാണ് ചേർക്കണത്. എൻ്റെ ശരീരത്തിൽ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, ക്രിസ്തുവാണെന്ന് ജീവിക്കണമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടേ, ഇല്ലേ? ആ ക്രിസ്തുവിനോടാണ് ചേർത്ത് വെക്കണത്. മാനുഷികമായ പൗലോസിനോടല്ല ചേർത്ത് വെച്ചിരിക്കണത്. അതായത് എല്ലാം ക്രിസ്തുവിനോട് ചേർക്കപ്പെടേണ്ടതാണ്. നിൻ്റെ പരാജയം, നിൻ്റെ തോൽവി, മറ്റുള്ളവർ നിന്നോട് കാണിച്ച പാരവെപ്പും സൂചിവെപ്പും, നിന്നെ പാർശ്വവൽക്കരിച്ചതെല്ലാം, നിൻ്റെ എല്ലാ സ്ക്രാപ്പായിട്ടുള്ള എല്ലാ ഐറ്റംസും നീ ചേർക്കപ്പെടേണ്ട ഒരു വ്യക്തിയുണ്ട്. അവൻ്റെ പേര് ക്രിസ്തുവെന്നാണ്. അവൻ മരണം കൊണ്ട് അവസാനിപ്പിക്കാത്ത കൊണ്ടാണ് അവനെ ക്രിസ്തുവെന്ന് വിളിക്കേണ്ടത്. അവൻ്റെ പേരെന്ന് പറയുന്നത് കർത്താവാണ്.
ക്രിസ്തു കർത്താവാകണത് എപ്പോഴാണ്? അഭിഷിക്തൻ കർത്താവായി ഈശോമിശിഹായാകണ എപ്പോഴാണ്? അവൻ മരണത്തിന് പരിഹാരം ചെയ്തിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് അവൻ കർത്താവായിട്ട് മാറേണ്ടത്. കൈയിട്ടിച്ച് കർത്താവിനെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അത് ഭയങ്കരമായൊരു വചനമാണ്. 45:5 ഉൽപ്പത്തി പുസ്തകം എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ദൈവമാണ് എന്നെ. അപ്പം നിങ്ങളല്ല, നിങ്ങൾ ഉപകരണമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടായിരുന്നെന്നാണ് പറയണത്. എല്ലാ തോൽവിയുടെയും പരാജയത്തിൻ്റെയൊക്കെ പിന്നിൽ ഒരു വിശ്വാസിക്ക് ദൈവത്തെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നീ ഒരു മനുഷ്യനെയാണ് കാണുന്നുണ്ടെങ്കിൽ നീ ഒരു വിശ്വാസിയെ തുടരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. എല്ലാ പരാജയങ്ങളുടെ പിന്നിൽ ഇപ്പം നിനക്ക് കാനഡയിൽ പോകാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ? പറ്റിയില്ല. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. വസ്തു വിൽക്കാൻ അപ്പം സംഭവിച്ചില്ല, അതിന് ചേടത്തെ സംഭവിച്ചില്ല. ഞങ്ങളുടെ ഓഹരി തന്നിട്ട് വിറ്റാൽ മതി, വിൽക്കുക തുലക്കുക എന്തുവേണം ചെയ്തോ, അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് തരാനുള്ള തന്നേക്കാൻ പറയാം. ബെൻഡിങ് ഇടുമ്പോൾ അപ്പൻ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മോന്തം കയറ്റി അപ്പൻ്റെ അടുത്ത് പറയും, ഇത് അവർ പറഞ്ഞ് കേട്ടില്ലേ, എനിക്ക് അന്ന് സഹായിച്ചെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ഇരുന്നേ? എവിടെ ഇരിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൈ ഇടിച്ച് പരമദിവ്യകാരണത്തിന് ഭൂതകാലങ്ങൾ സംഭവിച്ചിട്ടുള്ള കുരിശിനെ വർത്തമാനകാലത്തെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്രിസ്തു. ക്രിസ്തു എല്ലാ ഭൂതകാല കുരിശിനെയും പരാജയങ്ങളെയും വർത്തമാനകാലത്ത് വിജയമായി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് കൊളോസ്യസ് 1:24 വായിച്ച് സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ കൊളോസ്യൻസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പോഴേ ഇതുപോലെ സഭയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അത് പത്രോസ് അങ്ങനെ പറയത്തില്ല, പൗലോസ് അത് പറയും. കാര്യം പൗലോസിനോട് അത് പറഞ്ഞുകൊണ്ടാണ് അവനെ തള്ളി താഴെയിട്ടത്. എന്താണ്? നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്ത്? 9-ാം അധ്യായം ആക്സില്ലേ, അതവിടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ എന്താ ചോദിച്ചത്? നീ എന്നെ പീഡിപ്പിക്കുന്ന എന്ത്? നിന്നെ ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ. വിശ്വാസികളെയല്ലേ പീഡിപ്പിച്ചതെന്ന് പൗലോസിന് പറയാം. പക്ഷേ ഈശോയ്ക്ക് വിശ്വാസികളൊന്നും സംഭവമില്ല, സഭ മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവവേദന സഭ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ദൈവവേദന നിനക്ക് സഭയ്ക്ക് നൽകാനുള്ളത് എന്താണ്? പ്രാർത്ഥന മാത്രമല്ല, നിൻ്റെ ഇതുപോലെയുള്ള സഹനങ്ങളെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കുമ്പോഴേ സഭയ്ക്കായി കാഴ്ചവെക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ദൈവമേ, ഞാൻ ഭൂതകാലങ്ങൾ അനുഭവിച്ച സഹനങ്ങളെ ക്രിസ്തുവിനോടുകൂടി ചേർത്ത് വെക്കുമ്പോഴേ അതിന്റെ കൃപ സഭയിൽ നിറയാൻ സഭയ്ക്കായി കാഴ്ചവെക്കുന്നു. സഭയുടെ അഭിഷേകത്തിന് അഭിഷേകത്തിനായി കാഴ്ചവെക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. ശരീരത്തിൽ ചുളുങ്ങിയ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ചുളുങ്ങിയ സ്ഥലങ്ങൾ ചിലപ്പോൾ ബ്രെയിനാകാം, ചിലപ്പോൾ ശ്വാസകോശമാകാൻ ചുരുങ്ങിയത്, ചിലപ്പോൾ കിഡ്നി ആകാം. ഡോക്ടർ നിന്നോട് എന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവവേദനയിലെ? ഇപ്പോൾ ഓർക്കുക, കർത്താവ് നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. ചുളുങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവരെ അവിടെ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി സ്തുതിക്കാം, ആർക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ, കർത്താവേ
ഇപ്പോഴേ ചുളുങ്ങിയ ഭാഗങ്ങൾ, കുടലിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ, കരളിൻ്റെ ചുളുങ്ങിയ ഭാഗങ്ങൾ, ശ്വാസകോശങ്ങളുടെ ചുളുങ്ങിയ ഭാഗങ്ങൾ, ഗർഭാശയത്തിൻ്റെ ഒതുങ്ങി ചുളുങ്ങിയ ഭാഗങ്ങൾ, കർത്താവെ അണ്ടവാഹിനികളും അണ്ടാശയങ്ങളുടെയും ചുളുങ്ങിയ ഭാഗങ്ങൾ, എവിടെയെല്ലാം ഞരമ്പുകൾ ചുളുങ്ങിയിട്ടുണ്ട്, എവിടെയെല്ലാം ഞരമ്പുകൾ തേഞ്ഞു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ഞരമ്പുകൾ ജാമായിട്ടുണ്ട്, എവിടെയെല്ലാം കോശങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചടയാളത്തിൽ ദൈവ മഹത്വത്തിനായി യേശുനാമത്തിൽ സൗഖ്യം പ്രകടേ. ശ്രുതികടേ ഹല്ലേലൂയ. ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട്, അത് നിന്റെ കൂടെ ഉണ്ടെന്നാണ് പറയണേ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺവേർട്ടിങ് ഇറ്റ്. നിനക്കുള്ള കൃപ ഇന്നലെ കുരിശായി തന്നിട്ടുണ്ട്, അത് നിന്റെ കൂടെയുണ്ടെന്നാണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺവേർട്ടിങ് ഇറ്റ്. ഇന്നലെയുള്ള സങ്കടങ്ങളെയും ഇന്നലെ ഉണ്ടായ രോഗങ്ങളെയും ഇന്നലെ ഉണ്ടായ നിരാശകളെയും ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെയും പ്രാർത്ഥിക്കുക. ഇന്നലെ ഉണ്ടായ കുരിശുകളെ, ഇന്നലെ ഉണ്ടായ സങ്കടങ്ങളെ, ഇന്നലെ ഉണ്ടായ അപമാനങ്ങളെ, ഇന്നലെ ഉണ്ടായ പരാജയങ്ങളെ, എൻ്റെ രക്ഷക, എൻ്റെ കർത്താവേ, എൻ്റെയും നിന്റെയും അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥതയിലെ എന്റെ കുരിശിനോട് ചേർത്ത് വെക്കുന്ന അപ്പോസ്തലികമായ ഈ നടപടിക്രമങ്ങളിലൂടെ എന്നെ കൃപയാൽ നിറക്കണമേ, എന്നെ കൃപയാൽ നിറക്കണമേ, എന്നെ കൃപയാൽ ഈ നിമിഷം നിറക്കണമേ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഭൂതകാലങ്ങളിലെ കുരിശാണ് വർത്തമാനകാലത്തെ കൃപ എന്നാണ് ഇപ്പോഴേ സുവിശേഷിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഭൂതകാലത്തെ കുരിശിനെക്കുറിച്ച് ഇതിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ട് സ്വീകരിക്കണം. ഭൂതകാലത്തിലെ കുരിശ് ദൈവത്തിൻ്റെ പിൻസ്വരമായിട്ടൊരു വ്യക്തി സ്വീകരിക്കപ്പെടണം. ഇപ്പം പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ദൈവത്തിൻ്റെ സ്വരമാണല്ലോ അല്ലേ? ഐസയ 30:21. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, ഒന്ന് ഏറ്റു പറഞ്ഞേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. പിന്നിലെ സ്വരമാണ് ദൈവത്തിൻ്റെ സ്വരം. അത് ഭൂതകാലത്ത് സംഭവിച്ചിട്ടുള്ള കുരിശുകളും ക്ലേശങ്ങളിലൂടെയാണ് നമ്മൾ പിന്നിലെ സ്വരങ്ങൾ കേൾക്കുന്നത്. അതാണ് ആ പിന്നിലെ സ്വരം കേട്ട ആളാണ് ജോസഫ് അല്ലേ? ജോസഫ് എന്താ പറയണത്? നിങ്ങൾ കരയണ്ട, എന്നെ കിണറ്റിൽ തള്ളിയിട്ടെന്നു അറബികൾക്ക് വിറ്റെന്ന് ഓർത്തുണ്ട്, കരയണ്ട. എന്താണ്? ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ന് പറഞ്ഞ്, ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങളിലൂടെ കിണറ്റിൽ തള്ളിയിട്ടത്. ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം നിങ്ങളിലൂടെ എന്നെ അറബികൾക്ക് വിറ്റതാണ്. അപ്പൊ ആരാണ് ചെയ്തിരിക്കണത്? എല്ലാം ദൈവമാണ് ചെയ്തത്. ഇതാണ് ഭൂതകാലത്തിലെ കുരിശിന്റെ വിഷയം. നിങ്ങൾ നാത്തും പോരും കുടുംബപ്പോരും ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ഇതെല്ലാം സ്ക്രാപ്പാണ്. ഈ വേസ്റ്റ് കൊണ്ട് നമ്മൾ വിളക്ക് കത്തിക്കും. ശ്രുതികട്ടെ, ഹല്ലേലൂയ.